ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് കോട്ടയം ജില്ലയിലെ മലരിക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതിമനോഹരമായ ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ് ഗൈസ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അവിടെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെല്ലാം വൈറലായ മറ്റേ ആമ്പൽപ്പാടം പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ആമ്പൽപ്പാടം കാണാനാണ് ഗൈസ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. നല്ല നല്ല കിട്ടില്ല സ്ഥലമാണ് ഗൈസ്, കിട്ടില്ല സ്ഥലമാണ്, കാണാൻ പറ്റിയ സ്ഥലമാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു ഗൈസ് ഇത്. ഒരു റീല് കണ്ടു, ആ റീല് കണ്ട് ആ സ്ഥലത്തേക്ക് ഇറങ്ങി. സമയം ഇപ്പോൾ 12. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടെ ചെന്നാൽ നമ്മുടെ കോട്ടയത്തെ മലരിക്കൽ എത്തും. അങ്ങനെ അവസാനം ഞാൻ ആമ്പൽപ്പാടത്തെത്തി. അമ്പൽ അങ്ങോട്ടല്ലേ? പിന്നെ അവിടെ എവിടെയുള്ളൂ? അത് തീരുവാ. ഇവിടുന്ന് ഒന്നാം കടവ്, ഇവിടുന്ന് അങ്ങോട്ട് ചാടം ദൂരമേ ഉള്ളൂ. ഇവിടുന്ന് വെള്ളം അങ്ങോട്ടാണ് പോകുന്നത്. വെള്ളം ഇവിടെ ഈ സമയത്ത് ഇങ്ങനെ പതിനൊന്നാകുമ്പം ഇത് പൂ അടഞ്ഞ് കൂമ്പായിട്ട് നിൽക്കും, മുട്ടായിട്ട് നിൽക്കും. ഇനി വൈകിട്ട് വിടരേ പോകും. എത്ര മണിയാവും മാമ? അത് വൈകിട്ട് 8 മണിയൊക്കെ ആവും വിടരുമ്പോൾ. നാളെ 11 വരെ നിൽക്കും. പിന്നെ നമുക്ക് വേണം വെള്ളത്തിൽ കയറി ജസ്റ്റ് ഇങ്ങനെ കറങ്ങി അടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ വെള്ളം അവിടം വരെ ഇല്ല. അല്ല, നമ്മുടെ അടുത്ത് പറഞ്ഞതേ വേറൊരാൾ പറഞ്ഞത് അവിടെ നിന്നാണെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് 2 കടവായിട്ടാണ്. എവിടെ ചെന്നാലേ ഇതുപോലെയാ, പൂ ഇങ്ങനെയാ നിൽക്കുള്ളൂ. തന്നെയാ? ഇതിപ്പോ അരമണിക്കൂറിന് ഒരാൾക്ക് 100 രൂപയേ ഉള്ളൂ. അവിടെയാണെങ്കിൽ എല്ലായിടത്തും റേറ്റ് ഒരുപോലെയാ. പിന്നെ ഇഞ്ചമ്പളത്ത് പോകണമെങ്കിൽ 1000 രൂപ. ഇതാണ് ഞാൻ പറഞ്ഞ ആമ്പൽപ്പാടം. പക്ഷേ ആമ്പലിന്റെ മുട്ടെല്ലാം കൂമ്പിപ്പോയി ഗൈസ്, കൂമ്പിപ്പോയി. ഇനി ഇത് രാവിലെ 12 മണിയാകുമ്പോൾ രാത്രി 12 മണിക്ക് വിടരുമെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞ. രാത്രി 12 മണിക്ക് വിടരും. രാവിലെ ഒരു 6 മണിയാകുമ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ പറ്റും. അതിമനോഹരമായി കാണിച്ചു തരാമെന്നൊക്കെ ഇവിടെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇനി എന്തായിരുന്നാലും ഇത്രയും ദൂരത്തെ ട്രിവാൻഡ്രത്തിൽ നിന്ന് ഇതുവരെ വന്ന് ഇനി ഇത് കണ്ടിട്ടേ ഞാൻ എന്തായിരുന്നാലും പോകുന്നുള്ളൂ ഗൈസ്. അപ്പം നാളെ ഇതിൻ്റെ കണ്ടിന്യൂ വീഡിയോ കാണും ഗൈസ്. ഓക്കെ. സമയം ഇപ്പോൾ പിറ്റേ ദിവസം 6:30 മണി. ഞങ്ങൾ രാവിലെ തന്നെ ആമ്പൽപ്പാടത്തേക്ക് എത്തി. ഞങ്ങൾക്ക് പോവേണ്ട ബോട്ട് അവിടെ റെഡി ആവണതേ ഉള്ളായിരുന്നു. അപ്പൊ ഞാനൊരു ചായയൊക്കെ കുടിച്ച് ഈ ആന്റിയോട് കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. തത്ത ഇഷ്ടം പോലെയുണ്ട്. തത്ത പിന്നെ മാടത്തെ കിളി അല്ലേ, മാടത്തേന്ന് പറയുന്ന സാധനമില്ലേ നമ്മള് വളർത്തുന്ന, കവളങ്കാളി അങ്ങനെയും പറയൂലേ. അത് തന്നെ സംഭവം. പിന്നെ ഇവിടെ വെള്ളം പറ്റിയ ഈ പാടത്തോട്ടല്ലേ പിന്നെ വിദേശികൾ ഇഷ്ടം പോലെയുണ്ട്. ദേശാടന കിളികള് നല്ല ഭംഗിയാണ്. നിങ്ങൾ അങ്ങനെ തത്ത അതുപോലെ ഇണങ്ങിയാലേ. തത്ത എന്ന് പറഞ്ഞ കള്ളിയാ. അത് വർത്താനം പറഞ്ഞാലും പറ്റിച്ചു മക്കളെ അവസരം നോക്കി പറക്കും. ഇത് മറ്റേത് പോകത്തില്ലേ? മറ്റേത് പോകത്തില്ല. മറ്റേത് ഇങ്ങനെ നമ്മുടെ പുറകെ നടക്കും. ഇവിടെ എത്ര വർഷമായി? ഇവിടെ കട തുടങ്ങിയിട്ട് 15 വർഷമായി. 15 16. അപ്പോഴും ഇതേപോലെ തന്നെ ആമ്പല് ഇല്ല, അന്നേരം ഒന്നും ഇത്ര പൂവായിട്ടില്ല. ഇത് ഇവരുടെ കാര്യം കൊണ്ടാണതല്ലേ. ഞാൻ പാടത്ത് പണിത് കിടന്ന മനെ. അപ്പം ഞങ്ങൾ ഈ പാടത്ത്, ഞങ്ങൾ ഈ സ്ഥലത്തിന്റെ ഉടക്കാരുടെ പാടത്ത് അവിടെ കായില്ല. അങ്ങ് അവർക്ക് ചിറയൊക്കെ ഉണ്ട് അവിടെ. അവരുടെ അവിടെ ഞങ്ങൾ വെള്ളത്തിൽ പണിയും. വെള്ളത്തിൽ പോയി പണിയുമ്പോൾ ഇതെല്ലാം വെട്ടി വാരി അന്നൊക്കെ നിറയെ ആമ്പല. ഈ പൂവും ഇതിന്റെ വെള്ളയും നിറച്ച് നിൽക്കും അവിടെ. അപ്പം 2 വെള്ളയുണ്ടെന്നാ ഇവര് പറഞ്ഞേ. ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും വെള്ളയുണ്ട്. വെള്ള ചെറിയ പൂവാണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഇതേപോലത്തെ തന്നെ വലുപ്പമുള്ളൊരു സൈസ് നല്ല തൂവെള്ള പൂവ് ഞങ്ങളുടെ ആ തോട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് അവിടെ ഇവിടെ ഓരോ ചൂട് കാണാൻ നല്ല ഭംഗിയാണ് കാണാനത്. അപ്പൊ അങ്ങനെ പോകുമ്പോ ഞങ്ങളിങ്ങനെ അന്നൊക്കെ കണ്ടിട്ടുണ്ട്. എത്രയോ വർഷം മുൻപ്, ഒരു 10-20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഞങ്ങൾ പണിക്ക്. ഞാനൊന്ന് വീണ് അറിയാതെ ഈ കട തുടങ്ങിയത്. വീണ് കാല് മുഴുവൻ കമ്പിയാ. ഞാൻ വീണിട്ടാ പിന്നെ പണിയൊക്കെ നിർത്തിയത്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ബോട്ടിന്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നു. അപ്പോഴാണ് ആ സമയം വന്ന സുമേഷ് ഭായിനെ ഞാൻ കാണുന്നത്. ഇതിലും വൈബുള്ള ഒരു മനുഷ്യനായിരുന്നു. പുള്ളിക്കാരൻ കോട്ടയത്ത് എവിടെ ജോലി ചെയ്യുന്നു. ഇത് കണ്ടു വന്നതാ. 30 രൂപ. ഒരെണ്ണം കൂടെ. ഇത് എവിടുന്ന്? അവിടുന്ന് മറ്റേ അമ്മൂള്ള കോവിലിന്റെ അടുത്തുള്ള. ഇനി നമ്മള് ഈ ആമ്പല് നമ്മൾ അടുത്തോട്ട് കാണാൻ പോവുകയാണ്. അടുത്തോട്ടെന്ന് പറയുമ്പോ കായലിലോട്ട് നമ്മൾ ബോട്ടിങ്ങിന് പോകാൻ വേണം. ബോട്ടിൽ അപ്പൊ നമ്മളങ്ങനെ
ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. മാമ ഇത് ഏതുവരെ കൊണ്ടുപോകും? ടവറുണ്ടോ? ടവർ നിൽക്കുന്ന ആ ഏരിയ വരെ പ്രൊട്ടക്ഷൻ ആകും. അവിടെ നിങ്ങൾ വരുന്ന ചാർജ് ഒക്കെ പറഞ്ഞായിരുന്നു. അത് ഇന്നലെ ചേട്ടൻ പറഞ്ഞായിരുന്നു. റേറ്റ് വിഷയമില്ല, നമ്മള് ഇത് കാണാൻ വേണ്ടി വന്നത്. അങ്ങനെ നമ്മള് ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നത്. നിങ്ങൾ കാണുന്നത് ഫോട്ടോഷൂട്ടാണ്. ഫോട്ടോഷൂട്ട്, ഇവിടെ ഉള്ള ഫോട്ടോഷൂട്ടാണ്. ഈ കളർ ആമ്പലം മാത്രമല്ല, വെള്ള ആമ്പലുണ്ട്. വെള്ള ആമ്പലം എന്ന് പറയുമ്പോൾ എന്തോ ചെറുതായിട്ട് കുറച്ചേ ഉള്ളൂ. എന്തോ കാണുന്നത് വെള്ള ആമ്പലം. ഇതാണ് വെള്ള ആമ്പല്. ഇടയ്ക്കൊക്കെ ചെറിയ പിങ്ക് ഷെയ്ഡ് ഉണ്ട്, പക്ഷെ ഈ കളർ തന്നെ ആയിരിക്കും ഇവിടെ. വെള്ളയമ്പലം. ഒരു ദിവസം ഒരു ടീമിന് 500 കിട്ടും. ഞായറാഴ്ചയും ശനിയാഴ്ചയും കൂടുതൽ കിട്ടും. അല്ലാത്ത ദിവസം ഈ 200 വള്ളം ഓടുകയില്ല. പരമാവധി ചിലപ്പം ഞങ്ങളിപ്പോ 30 വള്ളം കിടപ്പം ഒരു 10-15 വള്ളം ഓടും. അത്രേ ഉള്ളു. ഞായറാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് ശനി ഞായറും. അന്ന് അവധി ദിവസം ആയതുകൊണ്ട് ആളുകൾ കൂടുതൽ വരും. അന്ന് നമ്മൾ ഇവിടെ നോക്കിയാൽ അവിടെ മുഴുവൻ വണ്ടി നിരന്ന് കിടക്കും. ട്രാൻസ്പോർട്ട് ബസ് ഒക്കെ ഇപ്പം വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അവരുമൊക്കെ വരുന്നുണ്ട് പല സ്ഥലത്തു നിന്ന്. അവരും ഇവിടെ കണക്ഷനുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മാമ അമ്മാനാടുന്ന കാണിക്കാൻ. ഈ കൈ കൊണ്ട് എറിയണം, ഇതിനെറിയണം, ഇതിനെറിയണം. അങ്ങനെ അതിന്റെ ഒരു മാറി വേണം. അങ്ങനെ മാറി വേണം. എനിക്കതിന്റെ 2 കൈക്കും പൊക്കി എറിയും. അങ്ങനെ തരത്തില്ല. പക്ഷെ അത് തിരുതി, അത് അങ്ങനെയല്ല. അതിങ്ങനെ കറങ്ങി വരും. അത് തന്നെ, അത് അറിയാവുന്നതാണ്. മാമന്റെ പേരെന്തുവാ? എന്റെ പേര് കുഞ്ഞുഞ്ഞപ്പൻ. മാമ അപ്പോഴേ ഞങ്ങൾക്ക് വീഡിയോ അല്ല, മാമനെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമായി. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നാട്ടുകാര് ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നപ്പോഴും ഇന്നലെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് വൈകുന്നേരം വന്നു. ഞങ്ങൾക്ക് ഇവിടെ അറിയത്തില്ലായിരുന്നു 4 മണി വരെ ഇത് മുട്ട് അടയോന്ന് അറിയത്തില്ല. ഇതാ മുട്ട്. ഇതുപോലെ ഈ അവസാന ഘട്ടത്തിലുണ്ടല്ലോ, ഇതിപ്പോ ഈ വിരിഞ്ഞതെല്ലാം അങ്ങനെ ആവും. തിരിച്ച് വിരിഞ്ഞതെല്ലാം അങ്ങനെ നിന്നാ നമുക്ക് കാണാനൊരു ഭംഗിയില്ല. ഇങ്ങനെ പറഞ്ഞത്. ഇതേപോലെ കാണാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ വന്ന് കാണാന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വരുന്നില്ല. അപ്പൊ നമുക്ക് ആ മാമൻ പറഞ്ഞു, നേരത്തെ കണ്ടില്ലേ, പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ റൂം എടുത്ത് ഞങ്ങൾ കോട്ടയത്ത്. പക്ഷെ ഇവിടെ ഉള്ള ബാക്കിയുള്ള അയാളല്ല, നമ്മൾ ആദ്യം ഒരാളെ കൊണ്ട് കയറ്റാൻ നോക്കിയ ആളല്ല, ബാക്കിയുള്ള എല്ലാവരും ഇടപെടലായിരുന്നാലും നല്ല എല്ലാ സംസാരമായിരുന്നാലും സ്നേഹമായിരുന്നാലും. എന്റെ ഫോണ് ചാർജ് ചെയ്യുന്നപ്പോ അവിടെ ഒരു കടയില കൊണ്ടുകൊടുത്ത് ചാർജ് ചെയ്ത് എല്ലാത്തിനും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നു. നല്ല ഇഷ്ടപ്പെട്ടു. അല്ല, നമ്മളിവിടെ ചില ആളുകൾക്ക് കാര്യങ്ങൾ നടത്തിയായിരുന്നു. അതന്നെ, ഒരു പാചകശാല നിയന്ത്രണമുണ്ട്. നേരത്തെ വള്ളത്തിലൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ വള്ളത്തെ കയറ്റുന്നവരെ മദ്യവെച്ച് കൊണ്ടുപോയി എടുക്കുകയും ചെയ്യുക. അത് ഇത്തവണ നിയന്ത്രിച്ച് നമുക്ക് അവർക്കും ഒരു ഉത്തേജനമാണ്. അവർ നാളെ ഇവിടെ വന്ന് കണ്ടിട്ട് അയ്യോ അവിടെ അങ്ങനെ ഇങ്ങനെയാന്ന് പറയാനിടയാകും. മോശമായ രീതി പറയാനും ഇടയാകാത്ത രീതിയിൽ ഇടപെടുക എന്നുള്ളത് വരുന്നവർക്ക് സന്തോഷം. ബാക്കിയുള്ള ആ ഒരാള് മാത്രമേ ഉള്ളൂ പൈസക്ക് വേണ്ടി എനിക്ക് ചെയ്ത പോലെ തോന്നി. ഞാൻ നമ്മളെ കൊണ്ടുവന്ന് ഇവിടെ അടുത്ത് കയറ്റി ആ മുട്ട അടഞ്ഞിരിക്കുന്ന ഒരു ഭംഗിയില്ല, കാണാൻ ഒരു ഇതുമില്ല. പുള്ളി മുഖാന്തരം നമ്മള് അത് ഞങ്ങൾ പറഞ്ഞല്ലേ ട്രെയിനായിട്ട് ഓടുന്നോണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ഇടയായത്. ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുപോകും. പക്ഷെ മാമ വന്നപ്പോ ഭയങ്കര വൈബായിട്ട്. ഗൈസ്, അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഈ കായലിന്റെ നടുക്ക് വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. മലരിക്കൽ നിങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ഈ മാമനെ റെഫർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗൈഡാണ് ഗൈസ്. എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും,
ഒരു സമയം, എത്ര സമയം വേണോ നിങ്ങൾക്ക് വീഡിയോ എടുക്കാനോ ക്യാമറ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ, എങ്ങനെ എത്ര സമയം വേണോ നിങ്ങളെ നിർത്തി തരും. നല്ലൊരു മനുഷ്യനാണ് ഗൈസ്. അതിലുപരി എനിക്ക് നല്ലൊരു ക്ലാസ് പോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും ഇവിടെ എന്തൊക്കെയാണ് നടന്നത്, 2 നൂറ്റാണ്ടിന് മുമ്പുള്ള കാര്യം വരെ മാമൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത്രത്തോളം അറിവും വിവരമുള്ള ഒരു മനുഷ്യനാണ് ഗൈസ്. അപ്പം ഞാൻ റെഫർ ചെയ്യുന്നത് മാമനെയാണ്. ഞാൻ മാമൻ്റെ നമ്പർ ഇവിടെ അടിയിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കാം. അപ്പം ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അടിക്കുക. അപ്പം ഓക്കെ ഗൈസ്, ബൈ, ടാറ്റാ.